നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഇത്തരക്കാർ കർത്താവ് നിന്ദരാണ്. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാസംഗികരെയും ശ്രമിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ മോശ അവിടെ വെച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൽപ്പലക, 10 കൽപ്പനയുടെ കൽപ്പലക എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന രോഷം കൊള്ളുന്നതാണ്. സത്യദൈവത്തെ അല്ലാതെ വേറൊന്നിലേക്കും പോകരുത്. അത് തകർച്ചയ്ക്ക് കാരണമായിത്തീരും. അതുകൊണ്ടാണ് മോശ അവിടെ വെച്ച് അതിനെ പൊടിച്ച് ചാരമാക്കി കളയുകയാണ്. ഇനി അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യനായ യഹോവയായ സത്യദൈവത്തിലേക്ക് തിരിയാൻ പറയുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരുഭൂമി കടന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാൻ ദേശത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് ഇന്നലെ രാത്രി ഈ ദേശത്ത് നല്ല കുടുംബങ്ങൾ, ഒരുപാട് കൃപയുടെ കുടുംബങ്ങൾ, അതുപോലെ ചില കുടുംബങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബങ്ങളിൽ ചില പൈശാചിക പീഡകൾ, രോഗങ്ങൾ, കെടുതികൾ, നഷ്ടങ്ങൾ, കഷ്ടപ്പെട്ടെല്ലാം ഉണ്ടാകും. അവസാനെല്ലാം കൂടി അങ്ങ് പോകും. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മൊത്തം എടുത്ത് കളഞ്ഞ് ഉള്ളിൽ ഒരു അശുദ്ധിയില്ലാതെ കർത്താവിനെ ആരാധിച്ചേ എങ്കിൽ ഇന്ന് തന്നെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നീ അവിടെ കണ്ടിരിക്കും. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന വചനത്തെ ആര് മുറുകെ പിടിക്കുന്നു അവനവന്റെ കുടുംബമേ രക്ഷപ്പെടൂ. അണുവിട വ്യതിചലിക്കരുത്, അറിയാതെ പോലും വ്യതിചലിക്കരുത്. പ്രലോഭനം ഇഷ്ടം പോലെ വരും. അവിടെ പൊക്കോ, ഇവിടെ പൊക്കോ, ഇവിടെ പൊക്കോ, അവിടെ പൊക്കോ, രക്ഷപ്പെടും. പോകരുത്. സത്യദൈവത്തോട് വിശ്വസ്തത കാണിക്കുക. ഇതെല്ലാം കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി. നമ്മൾ വിശ്വാസമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ അപകടങ്ങളുടെ കാരണം.